ഞാൻ വേണോ? താൻ വേണം. അല്ല, വെറുതെ എന്തിനാ ഈ പട്ടി ചന്തയ്ക്ക് പോണ പോലെ? താൻ വേണം. കറിയാശ ഇല്ല പിന്നെ കളിയാ. ഞാൻ വീട്ടിൽ ചെന്നില്ലെങ്കിൽ തുടങ്ങി. ഇത് നിനക്ക് കിട്ടുന്ന വലിയൊരു ചാൻസ് ആടാ കൊച്ചനെ. വെർജിനിറ്റി ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും പറ്റിയ ഒക്കേഷനാണ് വിഷു. പിന്നെ ഇക്കാര്യത്തിലൊരു മുട്ടുവരികയല്ല. അതെ, കാശ് കുറവാണ്. ഒട്ടുമില്ല, തീരെ ഇല്ലാതില്ല. അതൊക്കെ മതിന്നേ. പോരാ വരികയാണെങ്കിൽ നീ ശമ്പളക്കാരനല്ലേ, കിട്ടുമ്പോ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കേവലമായിട്ടൊരു വിഷുകണി ഉണ്ടാകുമ്പോ ഓരോ ചെറ്റ വർത്തമാനങ്ങളും. അല്ല, തനിക്ക് നാളെ കോടതി പോണ്ടേ? പോയാലിപ്പോ. പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, അവിടെ ചെന്നിട്ട് പരിഭവവും പിണക്കവും ഒന്നും ഉണ്ടാകരുത്. ഗൗരിക്കുട്ടി എന്റെ ആയിരിക്കും. സത്യത്തിൽ ആ ഒരൊറ്റ ഇൻട്രസ്റ്റിലാ ഞാൻ വരുന്നേ. കാമുകിയ? ഏയ്, ഞാനിതേവരെ ആളെ കണ്ടിട്ടില്ല. കക്ഷി 3-4 ദിവസം ആയിട്ടില്ല ഇവിടെ എത്തിയിട്ട്. ഇടഞ്ഞിട്ടുള്ള നിപ്പ നമ്മുടെ വിഷ്ണുംബരല്ലേ, സിനിമാ പ്രൊഡ്യൂസർ, അയാളെ കണ്ടു. അയാള് പറയുന്നേ അവൾ എസ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ അങ്ങേരുടെ അടുത്ത പടത്തിലെ ഹീറോയിനാക്കുമെന്ന. കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാരും കൂടെ അതുവിധം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എങ്ങനെങ്കിലും വളച്ചെടുത്തോളാം. അല്ല, നിങ്ങൾക്കും ആർക്കും കമ്പനി ഇല്ലാതിരിക്കേണ്ടി വരില്ല. പിന്നെന്താ, പോവാം 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 പോവാം. ശരിക്കും എവരോട്ട് അറിയോ? ജോസഫേ, ഫിറ്റായെന്ന് തോന്നുകയോ ഉറക്കം വരികയോ ചെയ്യുകയാണെങ്കിൽ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടിട്ട് കണ്ണടച്ചോളാം. പോവാ. ഇവിടം വരെ എത്തിയുള്ളൂ. അല്ല, മൂന്നും കൂടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമ്പോ ഉറക്കോളച്ചിരുന്ന് വണ്ടി ഓടിക്കാൻ ഞാൻ നിങ്ങളുടെ ഡ്രൈവറല്ലേ. ഞാൻ വണ്ടി സൈഡ് ചേർത്തിട്ട് ഉറങ്ങി. നിന്റെയൊക്കെ സൗകര്യത്തിൽ എനിക്ക് ഇത്ര നേരം ഇരിക്കാമെങ്കിൽ ഇനിയിപ്പോ എന്റെ സൗകര്യം കൂടെ സ്വല്പം നോക്കിട്ട് പോ. മതി. ഓസിന് സൂഹിക്കുമ്പോ അത്രക്കൊക്കെ സൗകര്യം നോക്കിയാ മതി. നിർത്തടാ നിന്റെ ഒരു മറ്റേ കാശുകാരന്റെ ഓശാരത്തി വർത്താനം. ഓശാരമാകുമ്പോ ഓശാരമാണെന്ന് പറയും. ഓടാ പുല്ലേ. സക്രിയ പോണവരൊക്കെ പോട്ടടാ. വല്ലവനും ചെലവിൽ പോന്നിട്ട് പിന്നെ വലിയ വർത്തമാനമൊന്നും വേണ്ട. ജോസഫേ, ഞാൻ കുറെ ദിവസമായിട്ട് ഓങ്ങി ഇരിക്കുക. നീ രാവിലെ അടി മേടിക്കും. മദ്യം അവന്റെ സൗകര്യത്തിന്, കാർ അവന്റെ സൗകര്യത്തിന്, ഗൗരിക്കുട്ടി അവന്റെ സൗകര്യത്തിന്. അങ്ങനെ സൗകര്യം പോന്നാ മതി. അങ്ങനെ പോരാൻ നീ ആ തുണിപ്പേടിയിലേക്ക് നിന്റെ അപ്പനെ ചെന്ന് വിളി. നിങ്ങൾ പോരുന്നുണ്ടോ? കാർണിവലിന് സൂചിയേറും കൊണ്ട് നടക്കുന്നവനൊക്കെ എന്റെ വണ്ടി കയറാതിരിക്കുന്നതാ എനിക്ക് മാനം. നിങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരായതുകൊണ്ടും നിങ്ങളെ ഞാൻ വിളിച്ചിറക്കൊണ്ട് ചോദിക്കുക,
പോരുന്നുണ്ടോ? വക്കീലേ, ജോസഫ് പോ. കാശുണ്ടെന്നും പറഞ്ഞ് ജോസഫ് പറയുന്ന അനാവശ്യ വർത്താനം. ഗോപി, അല്ല, അത് ശരിയാവില്ല. അവനങ്ങ് തിരിച്ചു പോവാണല്ലോ. അയക്ക് കെട്ടുവിട്ടപ്പോ കച്ചവടത്തിന്റെ ഓർമ്മ വന്നു. അതാ സംഭവം. അതൊന്നുമല്ല. നല്ലൊരു ട്രിപ്പായിരുന്നു. ഈ മണമണാന്ന് പിറുപിറുക്കാതെ സംഗതി നേരെ പറ. തനിക്ക് അവിടെ പോണോ? പോണോന്ന് ചോദിച്ചാ എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങിയല്ലേ. ഹിലാലിന് പോണോടാ? എനിക്ക് പോണോന്നില്ല. പോണമെങ്കിൽ പോണെന്ന് പറയടാ. എങ്കി വാ, ഞാൻ കൊണ്ടുപോവാ. എങ്ങനെ? ഈ നാട്ടിൽ ട്രെയിനും ബസ്സും ഓടുമെങ്കിൽ ഞാൻ നിങ്ങളെ അവിടെ എത്തിച്ചേരും. വാ. ആ മാളമ്മയുടെ നല്ല സമയം. കറിയച്ച, അവര് പറഞ്ഞ കേട്ടോ? കേട്ടു. എന്താ അതിന്റെ അർത്ഥം? നമുക്ക് വഴി തെറ്റിയിട്ടില്ല. പാടും. തന്തയുടെ നിപ്പ് കാണുമ്പോ നേരെ പോയി പോലീസിന് ഫോൺ ചെയ്യുമെന്നാ തോന്നുന്നു. അതിനെന്താ, വക്കീലത്തെ അല്ലേ കൂടെ ഉള്ളത്? അയ്യോ, കുത്തിക്കൊന്നിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും പോലീസിനെ ഫേസ് ചെയ്യാം. പക്ഷെ ഈ ഒരു ഇടപാട് മാത്രം അയ്യോ. ഇത് തന്നെയാണെന്നാ തോന്നുന്നത്. അതെ, ഇത് തന്നെയാണോ വീട്? തനിക്ക് ഉറപ്പുണ്ടോ? ആണെന്നാ തോന്നുന്നത്. ഉറപ്പില്ലേ? കയറണ്ട. ഒന്ന് കേറി എന്ന് വെച്ച് അങ്ങ് കേറി എന്നായില്ലല്ലോ. അതെ, അല്ലെന്നുണ്ടെങ്കിൽ അറിയാൻ പോലെ.
ഇത് തന്നെ ആവാനേ വഴിയുള്ളൂ. മാളുമ്മ മാളുവമ്മയുടെ വീട് ഇത് തന്നല്ലേ? മാളുവമ്മയുടെ വീട് മാളുവമ്മ വന്നില്ലേലും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോണം. മാളുവമ്മ വന്നില്ലേലും ഞങ്ങളുടെ ഇരി ഇരി ഞാനും വരിക. ഇരിക്കേ ഞാൻ വരണ്ടല്ലോ കുളിക്കാൻ. ഗൗരിക്കുട്ടിയാണോ? ആ. മാളുമ്മ ഇപ്പൊ വരും. ഗൗരിക്കുട്ടി ഇപ്പൊ എത്തും. നമ്മളാരാ? ദേവകി. ഒന്ന് വിളിക്കോ ഗൗരിക്കുട്ടിയെ? ഇപ്പോഴിവിടില്ല, ഉടനെ എത്തും. എവിടെയാ പോയിരിക്കുന്നേ? അറിയില്ല. മാളുമ്മ ഒപ്പം പോയിരിക്ക? ഉടനെ വരുമല്ലേ? വരുന്നേ. ഓ, കുടിക്കാൻ എന്താ? എന്താ കിട്ടുക? നാരങ്ങ വെള്ളം, ചായ. അത്രയൊക്കെ ഉള്ളൂ? മോശം. മാളുമ്മ ഇങ്ങോട്ട് വന്നോട്ടെ, ഇപ്പൊ ഞാൻ നാരങ്ങ വെള്ളം കൊണ്ടുവരാം. ആ, നാരങ്ങ വെള്ളം. ഇങ്ങനെ നാരങ്ങ വെള്ളം. ഇവിടെ പഞ്ചസാര ഇടാതെ. അങ്ങനെയൊന്നുമില്ല. എന്താ വേണ്ടേ? ഇഷ്ടം പോലെ ഇടാം. നിങ്ങളിപ്പോ അവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഇറങ്ങിയില്ലെങ്കിൽ അവരിപ്പോ ഈ വീട് കളയും.
ഇറങ്ങിയാൽ ഇറങ്ങിയ പൊതുവഴിയല്ലേ പറഞ്ഞു വെക്കാലോ. നിങ്ങളാരാ? ഞാനിവിടത്തെയാ മാളവമ്മയുടെ മോൻ. നിങ്ങൾക്കറിയില്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ നടക്കുന്ന പുകില്. ദാ ഇന്നലെ ആശുപത്രിയിൽ ഇറങ്ങിയത്, ഇപ്പോഴും കരിവായിട്ടില്ല. പിന്നെയും കുഴപ്പമാണ്. അറച്ചു നിൽക്കാൻ നിങ്ങളൊന്ന് വേഗം ഇറങ്ങി. ഞാൻ തൊട്ട് പിന്നാലെ ഉണ്ട്. അല്ല നിങ്ങളും 3 ആണുങ്ങളല്ലേ, എന്തെങ്കിലും പെശക് തോന്നിയ ഒന്ന് കൂക്കിയാ